തൽക്കാലം എന്റെ മുറി കിടത്ത്. എന്നാ താങ്ക് വെള്ളം വെള്ളം. അപ്പോ ദാ വെള്ളം ചോദിക്കുന്നു, വേഗം കൊടുക്ക്. വെള്ളം. എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. ഇല്ല, ഞാൻ പോവാ. പോവാനോ? എവിടേക്ക്? പുറത്ത് റെഡ്ഡിയുടെ ആൾക്കാർ കാത്തിരിപ്പുണ്ടാവും. അവരുടെ പിച്ചാത്തി പിടിയിലേക്ക് ആയിരിക്കും ചെന്ന് കയറുന്നത്. ഈ മാംസച്ചന്തയുടെ പിന്നാമ്പുറത്തൊരു പട്ടിയെ പോലെ ഒളിച്ചു കഴിയുന്നതിലും ഭേദം അതാ. അല്ലെങ്കിൽ തന്നെ എത്ര നാൾ അവൻ ചത്തുന്നുറപ്പാ. എന്റെ അനിയത്തിയെ പെച്ചി ചീന്തി മരണത്തിലേക്ക് എറിയുമ്പോ എത്താത്ത നിയമം എന്നെ തേടി വരാതിരിക്കില്ല. ശരിയാവാം, പക്ഷേ അറിഞ്ഞുകൊണ്ട് ആപത്തിൽ ചെന്ന് ചാർന്നു. പോലീസിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി, പട്ടേലിൽ നിന്ന് നിഷ്പ്രയാസം സാധിക്കും. എന്നിട്ട് ജീവിച്ചിരുന്നിട്ട് എന്തിനാ? ആർക്കു വേണ്ടി? എല്ലാം തീർന്നില്ലേ? ചങ്കിൽ കത്തിയിറങ്ങുന്ന വേദനയുമായി ഞാൻ എന്തിന് ബാക്കി നിൽക്കണം? ദൈവം ആയുസറാ തന്നത് എന്തെങ്കിലും കണ്ടോണ്ടാവും. കുറച്ചുകൂടി കാത്തിരിക്കൂ. ഒരു കൂടപ്പറപ്പ് പറയും പോലെ കൂട്ടിയാ മതി. CI റാവു പട്ടേലിന്റെ സ്വന്തം ആളാ. നിങ്ങളെ പോലീസിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി പട്ടേൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അതാ റാവു ഈ നേരത്തെ ഇങ്ങോട്ട് വന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ ഇറങ്ങി പോകാൻ തുടങ്ങിയാൽ അത് പട്ടേലിനും കൂടി കുഴപ്പം ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഈ മുറിവും വെച്ച് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത ആള് എവിടെ പോവാനാ? അവിടെ കിടക്കാൻ പറ. നിന്റെ ഉപദേശം ഇവിടെ ആരും ചോദിച്ചില്ല. അയ്യോ, ഉപദേശം കൊടുക്കലല്ല, ഉപകാരം ചെയ്യലാണ് എന്റെ തൊഴിൽ. ഞങ്ങളെപ്പോലുള്ള വാസവദത്തമാർ ചെയ്യുന്ന സേവനം എത്ര വലുതാന്നറിയില്ലേ? സത്യത്തിൽ ഞങ്ങളോട് അല്പം ബഹുമാനത്തിൽ പെരുമാറണം. ഏയ്, ഇങ്ങനെ പല്ലിളിക്കുന്നത് തെറ്റാട്ടോ. என்ன ரத்னம், எப்படி இருக்க? சௌக்கியமா? வணக்கம். என்ன ராவ், ஒரு அர்ஜென்ட் மாற்றத்துக்காக கூப்பிட்டா எவ்வளவு லேட்டா? ஒண்ணும் இல்ல, ஒரு பழைய ஃபைல் பார்த்துட்டு இருந்தேன். ஆமா. போலீஸ் கிட்ட மாற்றுறதுக்கு முன்னால ரெட்டி உன்னை பிடிக்கிறதுக்காக அரைஞ்சுக்கிட்டு இருந்தா. நல்ல வேலை, பட்டேல் உனக்கு அடைக்கலம் கொடுத்தாரு. அசிஸ்டன்ட் கமிஷனர்? அசிஸ்டன்ட் கமிஷனர் ரெட்டிக்கு தான் ஐயா சப்போர்ட் பண்ணுவா. கவர்மெண்ட் கொடுக்கறத விட 4 மடங்கு சம்பளம் கொடுக்கறாருல்ல, நீ அதை பத்தி ஒண்ணும் கவலைப்படாத. நான் இருக்கிற வரைக்கும் ஒண்ணும் நடக்காது. ஏலே, வெளிய மட்டும் தலை காட்டாத, ஏன்னா என் தலை போயிடும். வாங்க வாங்க. ഇയാളുടെ പിൻബലത്തിലാ പട്ടേലിന്റെ എല്ലാ കളികളും. പകരം ഇവിടെ പുതിയതായി വരുന്ന പെൺകുട്ടികളെ ആദ്യം റാവുവിന് കാഴ്ചവെക്കണം. ഈ തെണ്ടിക്കൊക്കെ അത് മതി. എച്ചിൽ കൂനയിലെ പട്ടിയുടെ ആർത്തി അയ്യാക്ക് പെണ്ണുങ്ങളെ കാണുമ്പോ. ഇത് ശകല ഉള്ളിലെത്തിയാൽ വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും. ഒഴിക്കട്ടെ? ഞാൻ വേദനയൊന്നും അറിയുന്നില്ല. ഒരു മരവിപ്പ മനസ്സിനും ദേഹത്തിനും. ശ്വാസം നിലയ്ക്കുന്നത് വരെ അതങ്ങനെ തന്നെ നിൽക്കും. അപ്പോ
ദാ അങ്ങേർക്ക് കൊടുക്ക്. വേശ്യപ്പെണ്ണ് പാചകം ചെയ്ത അല്ലെന്ന് പറ. ഇനി അതുകൊണ്ട് കഴിക്കാതിരിക്കണ്ട. താഴത്തെ കേശോട്ടിന്റെ കടയിൽ നിന്ന് വരുത്തിയതാ. പാവം, സ്നേഹവും മനുഷ്യത്തുള്ളൊരു പെണ്ണ. കന്യാകുമാരിയാ സ്വദേശം. വലിയ സംഗീതജ്ഞന്മാരുടെ കുടുംബത്തിലെയാ. പാട്ട് നൃത്തവും പഠിച്ചു. സിനിമയിൽ അഭിനയിപ്പിക്കാന്നും പറഞ്ഞ് ആരോ മദിരാശി കൊണ്ടുപോയി ചീത്തയാക്കി. അവിടുന്ന് കായ് മറിഞ്ഞ് ഇവിടെ എത്തി. അതിനും ഈ പറയണ മാതിരി സങ്കടവും കരച്ചിലും ഒക്കെ പോയി. ഒരുതരം പകയാ മനസ്സില്. സ്വന്തം ജീവിതം ഇങ്ങനെ ഉരുകിത്തിരുന്നത് കണ്ട് മാറി എന്ന് ചിരിക്കുക. പേരിനെങ്കിലും എന്തെങ്കിലും ഇത്തിരി കഴിച്ചില്ലെങ്കിൽ അതിന് വിഷമാവും. ഇതാ കഴിക്കും. അപ്പോ ഇയാൾക്ക് കുടിക്കാൻ എന്താ വേണ്ടോ ചോദിക്ക്. സ്മോള് വേണമെന്നാ ചോദിക്കുന്നത്. ഓഹോ, കുടിക്കില്ല? അപ്പൊ പിന്നെ പെണ്ണായാലോ? അതിഥി സൽക്കാരത്തിൽ പട്ടേൽ ഒട്ടും മോശക്കാരനല്ലെന്ന് ഇവനോട് പറ. എനിക്കിവിടുന്ന് പോണം, കഴിയുന്നതും വേഗം. ശ്രുതി വേണ്ട. എന്റെ കണ്ണെത്തുന്നതിനപ്പുറത്തെ ലോകത്ത് ഇപ്പോഴും നിന്റെ തലയ്ക്ക് വേണ്ടി ഉറക്കമുളയ്ക്കുന്നവരുണ്ട്. വളരെ ബുദ്ധിപൂർവമുള്ള ഒരു ശ്രമം. ഞാൻ പറയാം, അതുവരെ കാത്തിരിക്കും. എന്തിനാ പുറത്തേക്ക് പോകുന്നത്? ഒരു സ്ത്രീക്ക് നൽകേണ്ട മാന്യതയൊന്നും ഞാൻ അർഹിക്കുന്നില്ലല്ലോ. എന്റെ മാംസത്തിന് വിലയും കൊണ്ട് വരുമ്പോഴേ ഞാനും നിങ്ങളെ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ പിന്നെ ഈ മുറി കിടക്കുന്ന കട്ടിലിനും മേശയ്ക്കും തുല്യായിട്ട് എന്നെ കണക്കാക്കിയാ മതി. അവിടെ വിശ്രമിച്ചോളൂ, ഞാൻ പൊയ്ക്കോളാം. പുളിച്ചു നാറുന്നതിന് മുൻപായിരുന്നെങ്കിൽ പിച്ചപ്പിള്ളേർക്കെങ്കിലും കൊടുക്കായിരുന്നു. അവർക്കാവുമ്പോ അറപ്പും ദേഷ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ, കഴിക്കാത്തത് ദേഷ്യം കൊണ്ടൊന്നുമല്ല, ഇറങ്ങില്ല. അതാ എന്താ ചേച്ചിന് കണ്ടോ? എന്തു പറ്റി? അയാൾ എന്നെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതാ. എനിക്ക് വയ്യേച്ച്. അയാളൊരു മൃഗമാ. രത്നം, എന്താ അവിടെ? കണ്ടോ ഇത്? ആ പന്നി സിഗരറ്റ് കുത്തി പൊള്ളിച്ചത്. ആ പോട്ടെ, നീ ചെല്ലടി പെണ്ണേ. ഇല്ല, ഞാൻ പോവില്ല ദുഷ്ടന്റെ കൂടെ. പെണ്ണേ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, നീ കിണുങ്ങാൻ നിൽക്കാൻ ചെല്ല്. ഇല്ല, ഞാൻ പോവില്ല. രഘുവീർ, ഓ രഘുവീർ. കൊള്ളാമല്ലോ, ഇവരെ ഇതിന് കാര്യം. നിർത്തണം, നിന്നെ ആരെങ്കിലും വിളിച്ചത്? ചെലമ്പാടി പന്ന ശവമേ. വേണ്ട. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്റെ താവളത്തിൽ ഒളിച്ചിരിക്കുമ്പോ എന്റെ അനിയന്റെ ദേഹത്ത് കൈവയ്ക്കാൻ? വേണ്ട, നിന്റെ ഹീറോയിസ് ഒന്നും ഇവിടെ വേണ്ട. വളർത്തുന്ന കൈകൊണ്ട് തന്നെ കൊല്ലാനും മടിക്കില്ല പട്ടേൽ. പോ. ഓടാ.
ഏതോ ഒരു വേശ്യാ പെണ്ണിനെ തല്ലുകൊള്ളുന്നതിൽ എന്ത് കാര്യം എന്ന് കരുതി മുഖം തിരിച്ചതായിരുന്നു. പക്ഷെ അതിന്റെ കരച്ചിൽ കേട്ട് സഹിക്കാതായപ്പോ പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. മതി, ചാവുന്നതിനേക്കാൾ ഭേദമല്ല ഒരു വേശ്യാലയം നടത്തിപ്പുകാരൻ കൽപ്പിച്ചു തരുന്ന ഈ ഔദാര്യം, അതിന്റെ പുറത്തുള്ള ജീവിതം. മതി, ഞാൻ പോവാൻ തീരുമാനിച്ചു. അയ്യോ, പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. ഒരു 3 ദിവസം കൂടി കാത്തിരിക്കൂ. നാട്ടിലേക്ക് പോകുന്ന പാഴ്സൽ ലോറിയാ. ചരക്കും കയറ്റി 3-ാം ദിവസം രാത്രി അവരിവിടെ എത്തും. ഡ്രൈവറെ കണ്ട് ഞാൻ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിരിക്കുക. ഒരു കുഴപ്പമില്ലാതെ നാട്ടിലെത്തിക്കുന്ന കാര്യം അവരേറ്റു. എന്താ, ലോറിയുടെ ക്ലീനറെ ഞാൻ പുറത്ത് നിർത്തിയിരിക്കുക. വിളിക്കട്ടെ? ഇപ്പൊ വിളിക്കാം. ഹലോ മോളെ, ഒരു ലേശം തീയോട്ടെ. യു സ്കൗണ്ടറൽ. തീ ചോദിച്ചാൽ ഇംഗ്ലീഷ് ഒന്ന് പേടിപ്പിക്കുക. നിങ്ങളൊക്കെ ഏതാ രാജ്യം? കുഞ്ഞാമതെ, സഹാന അവിടെ എന്തെടുക്കാണോ? എന്താണ് ഇത്? ഇങ്ങ് വാ. അല്ല പേട്ടാ, നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ എന്തോ ചെറുകിട വ്യവസായത്തിന്റെ ഏർപ്പാടാണ്. ഇത് ചെറുകിടല്ലോ, ഇത് വൻകിടം തന്നെ. ഡിസ്പാൻഡിന്ന് പറഞ്ഞാ ഇവിടെ അങ്ങനെ പലതും കണ്ടു വരും. താൻ വായി നോക്കിക്കാതെ വാ. ഏറി പോങ്കണിയുള്ള പാത്തിട്ട് നിൽക്കാതെ പാടോ. എന്റെ ഉമ്മ എന്തൊക്കെ സൈസ്. ലോറിയുടെ ക്ലീനർ കുഞ്ഞമ്മദ്. കോഴിക്കോട് വന്ന് നിങ്ങൾ ആരോട് ചോദിച്ചാലും മതി, KTC കുഞ്ഞമ്മദ്. നിങ്ങൾ ഗംഗേട്ടനെ അറിയില്ലേ? നമ്മളെ KTC ഗംഗ മോലാളി. മൂപ്പരും ഞാനും ഒറ്റ മൈതാനത്ത് പന്ത് കളിച്ച് നടന്നതാണ്. പക്ഷെ ഞാൻ വണ്ടി പോണ മൂപ്പർക്ക് ഇഷ്ടമല്ലോ. പിന്നെ ഡ്രൈവർ നമ്മളെ ജോസേട്ടനാണല്ലോ. മൂപ്പർക്ക് ലോങ് പോകുമ്പോ ഞാൻ തന്നെ വേണം ഒരു ധൈര്യത്തിന്. ബോംബെ എന്നൊരൊറ്റ വരവല്ലേ നിങ്ങളെ, ബോംബെ എന്നൊരൊറ്റ വരവല്ലേ നിങ്ങളെന്താ ഇപ്പൊ അറിയുന്നത്? മതി മതി, താൻ ആളെ കണ്ടല്ലോ. ബാക്കി കാര്യം ഇങ്ങോട്ട് നോക്കണോ? ബാക്കി കാര്യങ്ങൾ ഞാൻ ജോസിനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രശ്നാക്കണ്ട. മൂപ്പര കാര്യം നമ്മളേറ്റ്. എന്തേന് പേര്? വിശ്വനാഥൻ. ആയിക്കോട്ടെ വിശേട്ടാ, വേണ്ടിയ മാതിരി നമുക്ക് സബൂറായിക്കളാം. നിങ്ങളേതാ രാജ്യം? താൻ വിട്ടോ, താൻ വിട്ടോ. ഓ റൈറ്റോ, ഓക്കെ. ഇയാളെ അപ്പൊ പറഞ്ഞ മാതിരി വിശേഷ്. ഓക്കെ, KTC കുഞ്ഞമ്മദ്. റൈറ്റോ. നല്ല സ്ഥലം. ആള് പാവ, ഈ വാചകം മാത്രമേ ഉള്ളൂ. 50,000 രൂപ. അതിൽ കമ്മി എനിക്ക് വേണ്ട. എന്റെ ലളിതാമ്മേ,